ഹരിതകത്തിന്റെ ലോക ഘടകം ഏത്? പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കാൽസ്യം. ഹരിതകത്തിന്റെ ലോഹ ഘടകം ഏത്? മഗ്നീഷ്യമാണ് ശരിയായ ഉത്തരം. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏത്? മെഡുല്ല, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏത്? സെറിബെല്ലമാണ് ഏറ്റവും വലിയ ഭാഗം. നാഡികളെ ബാധിക്കുന്ന രോഗം ഏത്? റുമാറ്റിസം, പയോറിയ, ന്യൂമോണിയ, തളർവാദം. നാഡികളെ ബാധിക്കുന്ന രോഗം ഏത്? തളർവാദമാണ്. ഒരു തരുണാസ്ഥിയുള്ള മത്സ്യം ഏത്? അയല, മത്തി, സ്രാവ്, തിമിംഗലം. ഒരു തരുണാസ്ഥിയുള്ള മത്സ്യം ഏത്? സ്രാവാണ് ശരിയായ ഉത്തരം. സൈറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിലുകൾ, കോശങ്ങൾ, പൂക്കൾ, പഴങ്ങൾ. സൈറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ആടലോടകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഔഷധം ഏത്? ക്വിനിൽ, വാസിസൈൽ, കാപ്സിൻ, വയോക്സിൻ. ആടലോടകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഔഷധമാണ് വാസിസെൽ. ജീനുകളെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? സട്ടൺ, ലീവർഹോക്ക്, ജോസഫ് കിന്നർ, ജോൺ ബ്രിട്ടാസ്. ജീനുകളെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? സട്ടൺ ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രിത കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? വി ടി കൃഷ്ണമാചാരി, സി എം ത്രിവേദി, അശോക് മേത്ത്, ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രിത കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയാണ് ശരിയായ ഉത്തരം. പച്ച നിറത്തിലുള്ള കൊടി ദേശീയ പതാകയാക്കിയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യം ഏത്? ലിബിയ, വിയന്ന, സഫാലിയ, ഓഷ്യാനിയ. പച്ച നിറത്തിലുള്ള കൊടി ദേശീയ പതാകയാക്കിയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യമാണ് ലിബിയ. ഒറീസയിലെ പ്രധാന നൃത്തരൂപം ഏത്? തമാഷ, നൗതങ്കി, കഥക്, ഛൗ. ഒറീസയിലെ പ്രധാന നൃത്തരൂപം ഏത്? ഛൗ ആണ് ശരിയായ ഉത്തരം. വരിക വരിക സഹചരെ എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം, പയ്യന്നൂർ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ഇവയൊന്നുമല്ല. പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നുവരുന്ന മാമാങ്കം എന്ന ഉത്സവം എത്ര വർഷത്തിലൊരിക്കലാണ് നടത്തിയിരുന്നത്? 10 വർഷത്തിലൊരിക്കൽ, 12, 14, 18 വർഷത്തിൽ ഒരിക്കൽ. 12 വർഷത്തിൽ ഒരിക്കലാണ് നടത്തപ്പെടുന്നത്. ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകനാര്? കെ എം മുൻഷി, കെ എം പണിക്കർ, സി ആർ ദാസ്, കേശവ് ചന്ദ്രൻ. ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകനാര്? കെ എം മുൻഷിയാണ്. ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരിയായ വനിത? വാലന്റീന തെരഷ്കോവ, സാലി റൈഡ്, മാർഗറൈറ്റ്, ജൂങ്കോ പാരഡെ. ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരിയായ വനിത വാലന്റീന തെരഷ്കോവയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ? ലിന്നേയസ്, ആർക്കിമെഡിസ്, നീൽസ് ബോർ, ചാഡ്വിക്ക്. 18-ാം നൂറ്റാണ്ടിൽ സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ലിന്നേയസ്. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ന്യൂട്ടൺ, ഹെർട്സ്, എർഗ്, ജൂൾ. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ബലത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ബിയോണ്ട് ടൈൽ 1000 ആരുടെ കൃതിയാണ്? മിൽഖ സിംഗ്, സുനിൽ ഗവാസ്കർ, സച്ചിൻ ടെണ്ടുൽക്കർ, അലൻ ബോർഡർ. ബിയോണ്ട് 10,000 ആരുടെ കൃതിയാണ്? അലൻ ബോർഡറിന്റെ കൃതിയാണ്.
മലയാളത്തിലെ മഹാനായ സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980, 1981, 1982, 1983. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ചത് 1980-നായിരുന്നു. ശുചീന്ദ്രം കൈമുക്കൽ എന്ന ദുരാചാരം നിർത്തലാക്കിയ മഹാരാജാവ്. സ്വാതി തിരുനാൾ, അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ. ശുചീന്ദ്രം കൈമുക്കൽ എന്ന ദുരാചാരം നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ. സ്ത്രീകൾ ലൈംഗികതയിൽ പൂർണ്ണത നേടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? വിയർക്കുമ്പോൾ, ഉറക്കം വരുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, വികാരം ശമിക്കുമ്പോൾ. വിയർക്കുമ്പോൾ ആണ്.